കോട്ടൂരിലെ ഉന്നതികളിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തിയതിലെ സാമ്പത്തിക ക്രമക്കേട് വിജിലൻസ് അന്വേഷണത്തിലേക്ക് മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ മന്ത്രിയുടെ ഇടപെടലുണ്ടാവുകയാണ്. വാർത്തയിൽ ചൂണ്ടിക്കാട്ടിയ കോട്ടൂർ ഉന്നതികളിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ചികിത്സയിലെ അപര്യാപ്തതയിൽ പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി കെ.എ. തുളസി ഉറപ്പു നൽകുന്നു. ചികിത്സ ലഭിക്കുന്നതിലെ കോട്ടൂർ ഉന്നതികളിലെ ജനങ്ങളുടെ ആശങ്കയും ഉന്നതികളിലെ ജനങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കുന്ന കുറ്റിച്ചൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സാമ്പത്തിക ക്രമക്കേടുമാണ് മാതൃഭൂമി ന്യൂസ് വാർത്തയായി നൽകിയത്. കുറ്റിച്ചൽ കുടുംബാരോഗ്യ കേന്ദ്രം നൽകിയ വിവരാവകാശ രേഖയും നാഷണൽ ഹെൽത്ത് മിഷൻ നൽകിയ വിവരാവകാശ രേഖയുമാണ് മാതൃഭൂമി ന്യൂസിന് മുന്നിലുണ്ടായിരുന്നത്. ഈ കണക്കുകളിലെ വ്യത്യാസമാണ് ആ ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ഇതിൽ വ്യത്യാസമുണ്ട്, വാർത്തയിൽ കഴമ്പുണ്ടെന്ന് ഇപ്പോൾ എന്തായാലും ബോധ്യപ്പെടുകയാണ്. അന്വേഷണം നടക്കാൻ തുടങ്ങുകയാണ്. വിഷയത്തിൽ സർക്കാർ ഇടപെടലുണ്ടാകുകയാണ്. കുറ്റിച്ചൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സാമ്പത്തിക ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണത്തിനാണ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. വിവരാവകാശ പ്രവർത്തകനായ അക്കുളം സ്വദേശി സത്യന്റെ പരാതിയിലാണ് നടപടി. അവിടെ കിടത്തി ചികിത്സ ചെയ്യേണ്ട സൗകര്യങ്ങളൊക്കെ ആക്കി തരുമെന്നൊക്കെ കുറെ മുമ്പേ പറയുന്നു. പക്ഷെ ഇന്നൊരിക്കലും അത് നടപ്പിലാക്കിയിട്ടില്ല. സ്ഥിരമായിട്ട് ഒരു ആശുപത്രിയും ഒരു 24 മണിക്കൂറോളം ഒരു ഡോക്ടറും ഫുൾ ടൈം വേണം. കോട്ടൂരിലെ ഉന്നതികളിൽ താമസിക്കുന്ന ജനങ്ങളുടെ ആശങ്ക പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വികസന മന്ത്രി കേട്ടു. തൊട്ടു പിന്നാലെ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പും. ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ സർക്കാർ വളരെ തുറന്ന മനസ്സോടു കൂടിയിട്ടാണ് ആ വിഷയത്തെ നോക്കി കാണുന്നത്. അതിലടിയന്തരമായിട്ട് ഒരു ഇടപെടലുണ്ടാവും. നേരത്തെ സൂചിപ്പിച്ച സ്പോട്ടുകളിൽ നമ്മൾ മൊബൈൽ മെഡിക്കൽ സെന്ററുകളാണ് ഉദ്ദേശിക്കുന്നത്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ തൊട്ടടുത്ത് സ്ഥിരം സംവിധാനം വേണമെന്ന അഭ്യർത്ഥനയാണ് കോട്ടൂരിലെ ജനങ്ങൾക്കുള്ളത്. സ്വന്തം ആരോഗ്യം സുരക്ഷിതമാണെന്ന ബോധ്യത്തിൽ ജീവിക്കുകയാണ് ഒരു മനുഷ്യൻ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നീതി. കോട്ടൂർ ഉന്നതിയിലെ ജനങ്ങൾക്ക് അത് അകലെയാണെന്നാണ് മാതൃഭൂമി ന്യൂസ് ചൂണ്ടിക്കാട്ടിയത്. മന്ത്രിക്കും അത് ബോധ്യപ്പെട്ടു. ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അപ്പോഴും ഈ ജനങ്ങളുടെ കാര്യത്തിൽ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ബാക്കി നിൽക്കുന്നത്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.